ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല തനി നാടൻ രീതിയിലുള്ള മീൻകറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 നുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 4-5 വറ്റൽമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരും. സ്റ്റൗവിൽ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പൊടി മാത്രമല്ല അതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പോൾ മീൻകറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുടംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ. കുടംപുളി ഒരു 4-5 കഷ്ണം കുടംപുളി എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അത് മീൻ കഴുകുന്നേരം തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാൻ നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് പയ്യെ ഒഴിച്ചിട്ട് ഇതേപോലെ ആ ഗ്രേവി ഒന്ന് ശരിക്കും ഒന്ന് കുറുകി വരുന്ന പോലെ ആക്കുക. വീണ്ടും അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്രേവി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നാലേ അതിലേക്ക് ഏത് ഫിഷാണെങ്കിലും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം മീൻ കറിയിൽ ഇടുകയാണെങ്കിൽ, മീൻ കറിയാക്കുകയാണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി മീൻ മസാലയോടുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15
വൈകുന്നേരം രാത്രിയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല പുട്ടിൻ്റെ കൂടെ, നല്ല ചൂടുള്ള പുട്ടിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ വിളമ്പി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദല്ലേ മുളകിട്ട മീൻ കറിക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നല്ല മീൻ കറിയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.